Hello everyone, welcome to Kids Area Online. Class 3 in English exam ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഓക്കെ, ഈസി ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ? ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നോക്കാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. Activity 1. Listen and answer. Look at the picture. Your teacher will tell you a story. Listen carefully. ടീച്ചർ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ച് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് ആൻസർ കൊടുക്കുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇറ്റ് വാസ് സൺഡേ. സാഷാസ് പാരൻസ് കുക്ക്ഡ് ബിരിയാണി. ഇറ്റ് വാസ് സാഷാസ് ഫേവറേറ്റ് ഡിഷ്. ഒരു സൺഡേ ആയിരുന്നു, ഞായറാഴ്ച ദിവസം. സാഷയുടെ പാരന്റ് എന്ത് ചെയ്തു? ബിരിയാണി ഉണ്ടാക്കി. സാഷയുടെ ഫേവറേറ്റ് ആണ് ബിരിയാണി. Can we give some biryani to Kabita? Sasha said. Sasha asked. Sasha ചോദിച്ചു, നമുക്ക് കവിതയ്ക്ക് കുറച്ച് ബിരിയാണി കൊടുക്കാവോ? Of course dear, mother said. അമ്മ പറഞ്ഞു കൊടുക്കാം. Okay, take biryani to Kabita's house and we can eat together. നമുക്ക് കവിതയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരുമിച്ച് കഴിക്കാം. Father said. അച്ഛൻ പറഞ്ഞു. They packed the hot biryani in a big bowl and walked to Kabita's house. അവർ ഒരു ബിഗ് ബൗളിൽ ചൂട് ബിരിയാണിയൊക്കെ എടുത്ത് കവിതയുടെ വീട്ടിലേക്ക് പോയി. Kabita was playing outside. കവിത വീടിന്റെ പുറത്ത് കളിക്കുകയായിരുന്നു. Kabita was happy to see them all. എല്ലാവരെയും കണ്ടപ്പോൾ കവിതയ്ക്ക് സന്തോഷമായി. Kabita's mother welcomed them. അവരെ സ്വാഗതം ചെയ്തു കവിതയുടെ അമ്മ. Kabita, we have brought biryani, Sasha said. കവിത, ഞങ്ങൾ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. They all sat and ate together. അവരെല്ലാവരും അവിടെ താഴെ ഇരുന്നിട്ട് അത് കഴിക്കാൻ തുടങ്ങി. ഒരുമിച്ച് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു. The biryani was very yummy. ബിരിയാണി വളരെ നല്ല ടേസ്റ്റ് ആയിരുന്നു. All were very happy. എല്ലാവരും വളരെ സന്തോഷത്തിലായി. അപ്പോൾ ഇതാണ് ടീച്ചർ പറഞ്ഞെന്ന സ്റ്റോറി. ഇതിൽ നിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് സാഷാസ് ഫേവറേറ്റ് ഡിഷ്? സാഷയുടെ ഫേവറേറ്റ് ഡിഷാണ് വീട്ടിൽ ഉണ്ടാക്കിയത്. എന്തായിരുന്നു? ബിരിയാണി. ഹൂ കുക്ക്ഡ് ബിരിയാണി? ബിരിയാണി ആരാ ഉണ്ടാക്കിയത്? സാഷാസ് പാരൻസ്. സാഷയുടെ അച്ഛനും അമ്മയാണ്. സാഷ വാണ്ടഡ് ടു ഷെയർ വിത്ത് ദ ബിരിയാണി വിത്ത്. സാഷ ആരുമായിട്ടാണ് ബിരിയാണി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്? ഗ്രാൻഡ് മദറുമായിട്ടാണോ, കവിതയുമായിട്ടാണോ, ടീച്ചറുമായിട്ടാണോ, നെയ്ബറുമായിട്ടാണോ? കവിതയുമായിട്ട് അല്ലേ? കവിതയ്ക്ക് കൊടുക്കാനാണ്, ഷെയർ ചെയ്യാനാണ് ആഗ്രഹിച്ചത്. ദേ പേക്ക് ദ ഹോട്ട് ബിരിയാണി അവർ പാക്ക് ചെയ്തു. ചൂടുള്ള ബിരിയാണി എന്തിലാ? ബക്കറ്റിലാണോ, ബിഗ് ബൗളിലാണോ, ടിഫിൻ ബോക്സിലാണോ, പ്ലാസ്റ്റിക് കവറിലാണോ? ബിഗ് ബൗളിലാണ് അല്ലേ? ദ സ്റ്റോറി ഈസ് അബൌട്ട്. സ്റ്റോറി എന്തിനെ കുറിച്ചുള്ളതാണ്? ബിരിയാണിയെ കുറിച്ചുള്ളതാണോ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ളതാണോ, ഫാമിലിയെ കുറിച്ചുള്ളതാണോ, കുക്കിങ്ങിനെ കുറിച്ചുള്ളതാണോ? ഫ്രണ്ട്ഷിപ്പ്. കവിതയുടെയും സാക്ഷിയുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ആക്ടിവിറ്റി. സെക്കൻഡ് ആക്ടിവിറ്റിയും സെയിം തന്നെയാണ്. റീഡ് ആൻഡ് റൈറ്റ്. ലുക്ക് അറ്റ് ദ പിക്ചർ, റീഡ് ദ ഫോളോയിങ് സ്റ്റോറി. ഈ പിക്ചർ കണ്ടോ? ഇവിടെ കണ്ടോ, ഒരു കുളമുണ്ട്, മൃഗങ്ങളൊക്കെ നിപ്പുണ്ട്, മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്, ഒരു കാടാണ്, ഫോറസ്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി നമുക്കിനി എന്താണ് സ്റ്റോറി എന്ന് നോക്കാം. സ്റ്റോറി കേട്ടാലോ? ദ ലിറ്റിൽ ക്ലൗഡ്സ് സർപ്രൈസ്. ലിറ്റിൽ ക്ലൗഡ്സ് സർപ്രൈസ് എന്താണെന്ന് നോക്കാം. ചെറിയ മേഘത്തിന്റെ ഒരു സർപ്രൈസ്, അത്ഭുതമാണ്. ഇറ്റ് വാസ് എ ഹോട്ട് ആൻഡ് സണ്ണി മോർണിംഗ്. ചൂടും വെയിലും ഒക്കെ നിറഞ്ഞ ഒരു പ്രഭാതം. All the animals were tired. എല്ലാ മൃഗങ്ങളും ക്ഷീണിച്ചിരിക്കുകയാണ്. Oh no, the pond is dry, said the deer. Deer പറഞ്ഞു, എന്താ? കുളം വറ്റി. We need water, said the birds. Birds പറഞ്ഞു, കിളികൾ പറഞ്ഞു, ഞങ്ങൾക്ക് വെള്ളം വേണം. A small rain cloud floated in the sky.
ചെറിയൊരു മഴമേഘം ഇങ്ങനെ സ്കൈയിൽ കൂടെ ഇങ്ങനെ ഫ്ലോട്ടഡ് ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ ഇങ്ങനെ അറിയാലോ പോകുന്നത് അതുപോലെ ഒഴുകയായിരുന്നു. ദ ക്ലൗഡ് ലുക്ക് ഡൗൺ ആൻഡ് സെഡ്, ക്ലൗഡ് താഴേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഐ വാണ്ട് ടു ഹെൽപ്പ് ബട്ട് ദ ക്ലൗഡ് വാസ് സ്മോൾ. അതെന്താണ്, ക്ലൗഡ് താഴേക്ക് നോക്കി, മേഘം താഴെ, എനിക്ക് സഹായിക്കണം, പക്ഷേ ഞാൻ വളരെ ചെറുതാണ്. ദ അനിമൽസ് ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ്, പ്ലീസ് ട്രൈ ലിറ്റിൽ ക്ലൗഡ്. അനിമൽസ് എല്ലാം മൃഗങ്ങളെല്ലാം മുകളിലേക്ക് നോക്കി പറഞ്ഞു, ദയവായി ശ്രമിക്കൂ ചെറിയ മേഘമേ. ദ ലിറ്റിൽ ക്ലൗഡ് ഹാഡ് ആൻ ഐഡിയ. ലിറ്റിൽ ക്ലൗഡ് ചെറിയൊരു ഐഡിയ തോന്നി. ഐ വിൽ കോൾ മൈ ക്ലൗഡ് ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ മേഘ സുഹൃത്തുക്കളെ വിളിക്കാം. മോർ ക്ലൗഡ്സ് കെയിം ഫ്രം ഓൾ സൈഡ്സ്. ഒത്തിരി ക്ലൗഡ്സ് എന്നീ പല വശത്തു നിന്ന് വരും. ദേ ജോയിൻ ടുഗദർ ആസ് എ ബിഗ് ആൻഡ് ഡാർക്ക് ക്ലൗഡ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വലിയ ഇരുണ്ട മേഘമാകാം. സൂൺ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. എന്നിട്ട് മഴയായിട്ട് പെയ്യാം. ദ പോണ്ട് വാസ് ഫിൽഡ് വിത്ത് വാട്ടർ എഗെയിൻ. താമസിയാതെ മഴ പെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്തു? കുളം നിറഞ്ഞു. ദ ട്രീസ് ഡാൻസ്ഡ് ഇൻ ദ റെയിൻ. ട്രീസ്, ഈ മരങ്ങൾ മഴയത്ത് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ദ അനിമൽസ് ഷിയർ ആൻഡ് പ്ലേഡ്. അനിമൽസ് എന്ത് ചെയ്യാൻ തുടങ്ങി? മൃഗങ്ങൾ ആർത്ത് വിളിച്ച് കളിക്കുകയാണ്. താങ്ക് യു ക്ലൗഡ്സ് ദേ സെഡ്. നന്ദി മേഘമേന്ന് അവർ വിളിച്ചു പറഞ്ഞു. ദ ലിറ്റിൽ ക്ലൗഡ് സ്മൈൽഡ് ആൻഡ് സെഡ്. ഈ ലിറ്റിൽ ക്ലൗഡ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വി മെയ്ഡ് ദ റെയിൻ ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് മഴ പെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ വാസ് ദ വെദർ ഇൻ ദ മോർണിംഗ്? മോർണിംഗിലുള്ള വെദർ എങ്ങനെയായിരുന്നു? ഹോട്ട് ആൻഡ് സണ്ണി. ചൂടും വെയിലും നിറഞ്ഞതായിരുന്നു. ഓ നോ, ദ പോണ്ട് ഈസ് ഡ്രൈ. ഹൂ സെഡ് ദിസ്? പോണ്ട് വറ്റിയിരിക്കുന്നെന്ന് ആരാ പറഞ്ഞേ? ഡീർ ആണ് പറഞ്ഞത് അല്ലേ? മാനാണ് പറഞ്ഞത്. ദ ഡീർ പറഞ്ഞു. ദ ലിറ്റിൽ ക്ലൗഡ്, ഡീർ ആണ് ഓ നോ ദ പോണ്ട് ഈസ് ഡ്രൈ എന്ന് പറഞ്ഞത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ലിറ്റിൽ ക്ലൗഡ് വാസ് നോട്ട് ഏബിൾ ടു മേക്ക് റെയിൻ ബിക്കോസ് ഇറ്റ് വാസ് ടു. ലിറ്റിൽ ക്ലൗഡിന് മഴയുണ്ടാക്കാൻ കഴിഞ്ഞില്ല, കാരണം അത് എന്തായിരുന്നു? വളരെ ടു സ്മോൾ, വളരെ ചെറുതായിരുന്നു. ഹൗ ഡിഡ് ദ ലിറ്റിൽ ക്ലൗഡ് മേക്ക് ഇറ്റ് റെയിൻ? എങ്ങനെയാ എന്നിട്ട് മഴ ഉണ്ടാക്കിയത്? എങ്ങനെയാണ് ലിറ്റിൽ ക്ലൗഡ്? ഇറ്റ് കോൾഡ് ഇറ്റ്സ് ക്ലൗഡ് ഫ്രണ്ട്സ്. എന്ത് ചെയ്തു? ക്ലൗഡ് ഫ്രണ്ട്സിനെ വിളിച്ചു. ഇറ്റ് കോൾഡ് ഇറ്റ്സ് ക്ലൗഡ് ഫ്രണ്ട്സ്. അതതിൻ്റെ മേഘ കൂട്ടുകാരെ വിളിച്ചു. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ഷൗട്ടഡ് വിത്ത് ജോയ്. സന്തോഷത്താൽ ഉറക്കെ വിളിച്ചില്ലേ മൃഗങ്ങൾ, ആർത്ത് വിളിച്ചില്ലേ? അതിന് പകരമുള്ള വാക്ക് ഏതാണ്? അപ്പിയർഡ്, ഫിൽഡ്, ചിയർഡ്, ടയേർഡ്. ഏതായിരുന്നു? ചിയർഡ്. ഓക്കെ, ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. Add lines to the song. All animals and birds in the forest cheered. They started singing a song. Little cloud, come to play around. Come to garden, let's dance in rain. Little cloud, come to play around. അടുത്ത എന്ത് ചെയ്യാം? ഇവിടെ ടീച്ചർ കം ടു ഗാർഡൻ എന്ന് കൊടുത്തു. ഇവിടെ ഗാർഡൻ മാറ്റിയിട്ട് ഫോറസ്റ്റ് എന്ന് കൊടുക്കാം. കം ടു ഫോറസ്റ്റ്, ലെറ്റ്സ് ജംപ് ഇൻ റെയിൻ. നമുക്ക് റെയിനിൽ എന്ത് ചെയ്യാം? സിങ് ചെയ്യാം, ജമ്പ് ചെയ്യാം, പ്ലേ ചെയ്യാം, എന്ത് വേണോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് ചെയ്യാം? എഴുതാം. ടീച്ചർ ഒരു എക്സാമ്പിൾ എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പ്ലേ എന്ന് എഴുതാം, സിങ് എന്ന് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതാം. ഇവിടെ ഗാർഡന് നമുക്ക് എന്ത് കൊടുക്കാം? ഫോറസ്റ്റ് ഒന്ന് കൊടുക്കാം. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ ആശയത്തിലായിരിക്കും എഴുതിയിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, വീണ്ടും 4 ലൈൻ ഇതുപോലെ ഉണ്ടാക്കണം കേട്ടോ. നൗ ആഡ് ലൈൻസ് ടു ദ സോങ്. ഇനി വീണ്ടും 4 വരി ഇതുപോലെ ഉണ്ടാക്കണം. നാലാമത്തെ ആക്ടിവിറ്റി എന്താണ്? ദിസ് ആക്ടിവിറ്റി ഹാസ് 2 പാർട്സ്. 2 പാർട്സ് ഉണ്ട്, എ ആൻഡ് ബി. അറ്റംപ്റ്റ് എനി വൺ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. 4A അല്ലെങ്കിൽ 4B എഴുതിയാൽ മതി. 4A തോട്ട്സ് ആയിരുന്നു. സാഷ ആൻഡ് നവീൻ ഗിഫ്റ്റഡ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷയും നവീനും കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് കൊടുത്തു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. എന്ത് ചെയ്തു? അവൾ പുഞ്ചിരിയോടെ ആ ബുക്ക് മേടിച്ചു. റൈറ്റ് ഡൗൺ ദ തോട്ട്സ് ഓഫ് കവിതാസ് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് കവിതയുടെ മനസ്സിലെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്ന് എഴുതാനുള്ള തോട്ട്സ് ആയിരുന്നു. അത് ഓരോരുത്തരും നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതേണ്ടതാണ്. കോൺവെർസേഷൻ ആയിരുന്നു 4B വരുന്നത്. സാഷ ആൻഡ് നവീൻ ഗിഫ്റ്റഡ് എ സ്റ്റോറി ബുക്ക് ടു കവിത ആൻഡ് വെന്റ് ഹോം. കവിതാസ് മദർ നോട്ടീസ്ഡ് ദ ബുക്ക്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ കവിത ആൻഡ് ഹെർ മദർ. കവിതയും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇതായിരിക്കും നിങ്ങൾ കൂടുതൽ പേരും എഴുതിയിട്ടുണ്ടാവുക. കവിത ചോദിക്കും വാട്ട് ഈസ് ഇൻ യുവർ ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. സ്റ്റോറി ബുക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആരാണ് നൽകിയത് ചോദിച്ചിട്ടുണ്ടാവും. സാക്ഷി നവീനാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്താ, അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നാലാമത്തേത് 4B വന്നത്. 5ഉം അതുപോലെ തന്നെയാണ്. ദിസ് ആക്ടിവിറ്റി ഹാസ് 2 പാർട്സ്. ഈ ആക്ടിവിറ്റിക്ക് 2 പാർട്സ് ഉണ്ട്, എ ആൻഡ് ബി. അറ്റംപ്റ്റ് എനി വൺ. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതിൽ 5A വരുന്നത് ഡിസ്ക്രൈബ് ദ ഈവൻസ്.
ഇവിടെ പിക്ചർ നൽകിയിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. കവിത ഈസ് ഗോയിങ് ടു സ്കൂൾ. സംതിങ് ഹാപ്പൻഡ് ഓൺ ഹെർ വേ. ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. ഇവിടെ പിക്ചർ നൽകിയിട്ടുണ്ട്. അതിനെ നിങ്ങളുടെ സെന്റൻസിൽ എഴുതുക. ഇത് കവിത സ്കൂളിലേക്ക് പോവുകയാണ്. നമുക്ക് എങ്ങനെ എഴുതാം? വൺ ഡേ കവിത വാസ് ഗോയിങ് ടു സ്കൂൾ. ഒരു ദിവസം കവിത സ്കൂളിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ആ വഴിയിൽ ആരെ കണ്ടു? അവശനായ ഒരു വൃദ്ധനെ കണ്ടു. ഓൺ ദ വേ ടു സ്കൂൾ ഷീ സാ ആൻ ഓൾഡ് മാൻ സിറ്റിംഗ് ടയേർഡ്. അവശനായിട്ട് തളർന്ന ഒരു മനുഷ്യനെ ആര് കണ്ടു? കവിത കണ്ടു. ഒരു ദിവസം സ്കൂളിൽ പോയപ്പോൾ വഴിയിൽ വയസ്സായ മനുഷ്യനെ കണ്ടു. വെള്ളം നൽകുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കവിത ഗവ് ദ ഓൾഡ് മാൻ ടു ഡ്രിങ്ക്. കവിത എന്ത് ചെയ്തു? ഓൾഡ് മാൻ വാട്ടർ ആണ്, ഇവിടെ വാട്ടർ ടു ഡ്രിങ്ക്. കവിത ആ വയസ്സായ വൃദ്ധന് കുടിക്കാൻ വെള്ളം നൽകി. ഇതിന് കൈപിടിച്ച് സഹായിച്ചു അല്ലേ? കവിത ഹെൽപ് ദ ഓൾഡ് മാൻസ് ഹാൻഡ് ആൻഡ് ഹെൽപ്ഡ് ഹിം വാക്ക്. കൈപിടിച്ച് നടക്കാൻ സഹായിച്ചു. ഇത് നിങ്ങളുടെ സെന്റൻസിൽ എഴുതുക എന്നുള്ളതായിരുന്നു. ഈ 4 പിക്ചർ നിങ്ങളുടെ സെന്റൻസിൽ എഴുതുക എന്നുള്ളതായിരുന്നു 5A ആക്ടിവിറ്റി. ഇനി 5B ആക്ടിവിറ്റി എന്ന് പറയുന്നത് അതിലെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 5Aയോ 5Bയോ എഴുതിയാൽ മതി. മാച്ച് ദ ഈവൻറ്റ്സ് വിത്ത് ദ പിക്ചർ. ഇവിടെ കുറച്ച് ഈവൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു കുട്ടി വരുന്നുണ്ട്. ഒരു വീടിന് മുന്നിൽ ഒരു വയസ്സായ ഒരു വൃദ്ധ നിൽപ്പുണ്ട്. ഒരു മാവ് നിൽപ്പുണ്ട്. മാവിൽ നിറയെ മാങ്ങയുണ്ട്. ഈ കുട്ടി ചോദിക്കുകയാണ്, മാങ്ങ തരുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ വൃദ്ധ ആ കുട്ടിക്ക് മാങ്ങ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം വീണ്ടും വരുമ്പോൾ ആ മാവിൻ ചുവട്ടിൽ നിറയെ ആൾക്കാർ കൂടി നിൽക്കുന്ന കണ്ടു. അപ്പോൾ നോക്കിയപ്പോൾ ആ വൃദ്ധയാണ്. വൃദ്ധയെ ക്ഷീണിച്ചിരിക്കുന്നു. അങ്ങനെ വൃദ്ധയെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. ഇതാണ് ഇത്. അപ്പോൾ ഇവിടെ ഈവൻറ്റ്സ് നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ സ്റ്റോറിയെ ആ പിക്ചർ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതണം. ഇതിൽ ഒന്നാമത് വരുന്നത് ഓൺ ഹിസ് വേ ബാക്ക് ഹോം നവീൻ സാ എ മാംഗോ ട്രീ വിത്ത് ജ്യൂസി മാംഗോസ്. ഒരു ദിവസം വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നവീൻ എന്ത് കണ്ടു? മാംഗോ ട്രീ കണ്ടു. നിറയെ പഴുത്ത മാങ്ങകളുള്ള മാംഗോ ട്രീ കണ്ടു. അതാണ് ഒന്നാമത്തെ പിക്ചർ. രണ്ടാമത്തെ പിക്ചർ എന്തായിരുന്നു? ഹി ആസ്ക്ഡ് ദ ഓൾഡ് വുമൺ ഇൻ ദ ഹൗസ് ടു ഗീവ് സം മാംഗോസ്. ആ വീട്ടിലുള്ള വയസ്സായ വൃദ്ധയോട് എന്ത് ചോദിച്ചു? കുറച്ച് മാങ്ങ തരുമോ എന്ന് ചോദിച്ചു. ഷീ ഗേവ് ഹിം എ ബാഗ് ഫുൾ ഓഫ് മാംഗോസ്. ഒരു സഞ്ചി നിറയെ മാങ്ങ കൊടുത്തു. അതാണ് മൂന്നാമത്തെ സെന്റൻസ്. നാലാമത്തത് എന്തായിരുന്നു? ആഫ്റ്റർ സം ഡേയ്സ് ഹി സാ എ ക്രൗഡ് ഓൺ ദ റോഡ് സൈഡ്. റോഡ് സൈഡിൽ ഒത്തിരി ഒരു ജനക്കൂട്ടം കണ്ടു. അഞ്ചാമത്തെ എന്തായിരുന്നു? ഹി വാസ് ഷോക്ക്ഡ് ടു സീ ദ ഓൾഡ് വുമൺ സിറ്റിംഗ് ടയേർഡ്. അവൻ നോക്കിയപ്പോൾ ആ ഓൾഡ് വുമൺ വയസ്സായ സ്ത്രീ എന്ത് ചെയ്യുന്നു? അവശയായിരിക്കുന്ന കണ്ടു. 6 എന്തായിരുന്നു? ഹി കോൾഡ് എ ടാക്സി ആൻഡ് ടുക്ക് ഹെർ ടു ഹോസ്പിറ്റൽ. ടാക്സി വിളിച്ച് അവരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തെ പിക്ചറിൻ്റെത്, അഞ്ചാമത്തെ പിക്ചറിൻ്റെ, ആറാമത്തെ പിക്ചറിൻ്റെത്. ഇതായിരിക്കും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുക. ഇത് കറക്റ്റായിട്ട് സെൻറ്റൻസ് പിക്ചർ മനസ്സിലാക്കി എടുത്ത് എഴുതുക എന്നുള്ളതായിരുന്നു. ഈവൻറ്റ്സ് എഴുതുക എന്നുള്ളതായിരുന്നു 5B ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും അടുത്ത നാളത്തെ എക്സാമിൻ്റെ ക്ലാസ്സുമായിട്ട് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.